ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? ചില ആൾക്കാരില്ലേ, അവരവരുടെ വിശ്വാസം, ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പം വിശ്വാസം എന്താ പറയുക, ആ വിശ്വാസത്തിന് അഡിക്റ്റ് ആവുക. ആ വിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യരെ ഒരു അറപ്പോട് കൂടി കാണുന്ന ആൾക്കാരുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ മനസ്സിലാണ്, അല്ലേ? വിശ്വാസം മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. അത് ആ വിശ്വാസപ്രകാരം തന്നെയാണ് ജീവിക്കേണ്ടത്. പക്ഷെ അത് ആ വിശ്വാസം കൊണ്ട് വിശ്വാസത്തിന് അഡിക്റ്റായിട്ട് മറ്റുള്ള മനുഷ്യരോട്, നമ്മളെപ്പോലെയുള്ള മനുഷ്യരെല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ആ ഒരു അതുകൊണ്ട് ഇല്ലാണ്ടാക്കിയിട്ട് വിശ്വാസത്തിൻ്റെ പേരിൽ മറ്റുള്ളവരിനെ ഒരു അറപ്പോട് കൂടി കാണുന്ന ആൾക്കാർ, കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ട് കേട്ടോ. എന്താ പറയാൻ കാരണം വെച്ചാൽ, അതൊരു മരണ വീട്ടിൽ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. വിശ്വാസം നല്ലതാണ്. എല്ലാവർക്കും അവരെന്തെങ്കിലുമൊക്കെ, ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസം ഉണ്ടാവും. വിശ്വാസം തന്നെയാണ് ഓരോരുത്തരെ രക്ഷിക്കണതും ശിക്ഷിക്കണതൊക്കെ. അപ്പോൾ പണ്ട് ഞാൻ മദ്രസ പഠിക്കണ കാലത്ത് ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ നമുക്കൊരു അടിത്തറ ഉണ്ടെങ്കിലേ മേൽക്കൂര കറക്റ്റായിട്ട് നിൽക്കുള്ളൂ എന്ന് അങ്ങനെ പഠിപ്പിച്ചെന്നത് ഓർത്തിട്ട ഈ ഒരു സമയത്ത്. പിന്നെ മേൽക്കൂര തന്നെ അവിടെ നിൽക്കൂല, അടിത്തറ ഉണ്ടെങ്കിലാണ് നിൽക്കുള്ളൂ എന്നാണ് ഉസ്താദ് പറയുന്നത് കേട്ടോ, പറഞ്ഞു തന്നതാണ്. അപ്പോൾ നമ്മളെ വിശ്വാസപ്രകാരം നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെയും കൂടി നമ്മൾ ആശ്രയിക്കേണ്ടതായിട്ട് വരും. നമ്മളെ വിശ്വാസം നമുക്ക് മുറുകെ പിടിച്ച് നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരെയും നമ്മൾ ആശ്രയിക്കേണ്ടി വരും. നമ്മളെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വിശ്വസിക്കാത്ത ആൾക്കാർ, അതായത് വിശ്വസിക്കാത്തവരായാലും വിശ്വസിക്കുന്നവരായാലും മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണം പറയാം, നമുക്കൊരു അസുഖം വന്നാൽ അത് തന്നെ മാറിക്കോളും, അത് എന്താണ്, അല്ലെങ്കിൽ അത് വന്ന പോലെ മാറിക്കോളും എന്ന് വിചാരിച്ച് നമ്മളോട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാറ്റ് പോവും ഇല്ലേ? അപ്പോൾ നമ്മൾക്കൊരു ഡോക്ടറെ സേവനം നമുക്ക് ആവശ്യം വരികയാണ് അവിടെ. അപ്പോൾ നമ്മൾ ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടാവില്ല. അപ്പോൾ ആ ഡോക്ടറെ സേവനം ആവശ്യമാണ്, ആ ഡോക്ടറെ സഹായം നമുക്ക് ആവശ്യമാണ്. ഇനിയിപ്പോൾ ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകണം എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ചെന്നാൽ ഡോക്ടർമാർ സമ്മതിക്കില്ല. ഇപ്പം പണ്ടത്തെ പോലെയല്ല. പണ്ട് മെഡിക്കൽ കോളേജിലേക്കൊക്കെ അങ്ങോട്ട് ചെന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ ഒരു ബൈസ്റ്റാൻഡ് ഇല്ലാണ്ട്, ഒരാൾ കൂടെ ഇല്ലാണ്ട് മെഡിക്കൽ കോളേജിൽ പോകാൻ പറ്റില്ല. അതേപോലെ തന്നെ ഏതൊരു ആശുപത്രിക്ക് നമ്മൾ പോയാലും ഒറ്റക്കൊന്നും പോയി, ഈ പ്രഷർ ഷുഗറൊക്കെ നോക്കാൻ ഈ ഹെൽത്തിലേക്കൊക്കെ ആൾക്കാർ ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മൾ ഡോക്ടർക്ക് പോകണമെങ്കിൽ നമ്മുടെ കൂടെ ഒരാൾ വേണം. അപ്പം നമ്മുടെ വിശ്വാസം കൊണ്ട് നമുക്ക് പോകാൻ പറ്റുമോ? ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരാളും വേണ്ട, ഞാനത് വിശ്വസിക്കുന്ന ആളാണ്, ഞാൻ രക്ഷിച്ചോളും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോയാൽ പറ്റുമോ? അപ്പം അതാണ്, എന്ത് വിശ്വാസം ഉണ്ടായാലും എന്തൊക്കെ കയ്യിലുണ്ടായാലും ശരി, നമുക്ക് മറ്റൊരു ആളെന്നെ ആശ്രയിക്കാതെ നമുക്ക് ഓരോ മനുഷ്യനും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആ വിശ്വാസത്തിനെ മുറുകെ പിടിക്കുമ്പോൾ മറ്റുള്ളവരുടെ എന്താ പറയുക, ഒരു പുച്ഛത്തോടു കൂടി ആരെയും കാണരുത്. ഏത് സാഹചര്യം വന്നാലും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യന്മാരുടെ ഒരു അതിനാണ് മനുഷ്യന്മാർക്ക് കഴിവ് വേണ്ടത്. എന്ത് വന്നാലും, ആർക്ക് എന്ത് വന്നാലും, അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും വന്നാൽ നമ്മളത് കരുത്തോടെ നിൽക്കുക എന്നല്ല, ആർക്ക് എന്ത് വന്നാലും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യന്മാർ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. അല്ലാണ്ട് വിശ്വാസം നമുക്കുണ്ടാവും, വിശ്വാസം ഉണ്ടാവും വേണം, നമ്മുടെ മനസ്സിലുണ്ടാവും നമുക്ക് വിശ്വാസങ്ങളൊക്കെ.
അത് വിശ്വാസത്തിന് മാത്രം മുറുകെ പിടിച്ചാൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഭക്ഷണം വേണം, വസ്ത്രം വേണം, വെള്ളം വേണം, വീട് പാർപ്പിടം വേണം, എല്ലാം വേണം. ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിലും എന്താ പറയുക, പിന്നെ ഭക്ഷണം വേണമെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ടിരണം, അത് വെച്ചുണ്ടാക്കണം, പാകം ചെയ്തെടുക്കണം, കഴിക്കണം. അത് കഴിക്കണതിൻ്റെ മുന്നേ അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരണം. അത് കഴിച്ചു കഴിഞ്ഞാലും പാത്രങ്ങൾ കഴുകണം, അടുക്കള വൃത്തിയാക്കണം. നമുക്ക് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മീൻ വാങ്ങിയാൽ അത് മുറിക്കണം, വെക്കണം. അതിനൊക്കെ നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്, ഇല്ലേ? ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കായാലും പിന്നെ